കണ്ണനെ പറ്റിയും ഗുരുവായൂർ അമ്പലത്തെ പറ്റിയും അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ വടക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പ് സ്ഥിതി ചെയ്യുന്ന തൃച്ചംബരം ക്ഷേത്രമാണ് വടക്കൻ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ കണ്ണന്റെ ബാലലീലകളുടെ ഐതിഹ്യങ്ങൾക്ക് പേരുകേട്ട തളിപ്പറമ്പിലെ തൃച്ചംബരം ക്ഷേത്രത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ കംസവധത്തിനു ശേഷമുള്ള രൗദ്രഭാവത്തിലുള്ള കൃഷ്ണനാണ് പ്രതിഷ്ഠ. കിഴക്കേ നടയിൽ നിന്നും വലതുവശത്തേക്ക് മാറി തീർത്ഥക്കുളത്തിന്റെ നടുവിലായി നമുക്കൊരു ദുർഗാക്ഷേത്രം കാണാം. ഹിന്ദു വിശ്വാസം അനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ തന്റെ അമ്മാവനായ കംസനെ കൊല്ലാൻ വിധിക്കപ്പെട്ടിരുന്നു. ഈ പ്രവചനത്തിൽ ഭയന്ന രാജാവ് തന്റെ സഹോദരി ദേവകിയെയും ഭർത്താവ് വസുദേവനെയും തടവിലാക്കുകയും അവരുടെ എല്ലാ നവജാത ശിശുക്കളെയും കൊല്ലുകയും ചെയ്യുന്നു. വസുദേവന്റെ ബന്ധുവായ നന്ദൻ ഭാര്യ യശോദയോടൊപ്പം ഗോകുലത്തിൽ താമസിച്ചിരുന്നു. ദേവകി ഭഗവാൻ കൃഷ്ണനെ പ്രസവിച്ച അതേ സമയത്താണ് അവർക്കൊരു പെൺകുട്ടി ജനിച്ചത്. ലോകം നിലച്ചു. വാസുദേവൻ യമുന കടന്ന് കൃഷ്ണനെ യശോദയുടെ തൊട്ടിലിൽ കിടത്തി പെൺകുട്ടിയെ ദേവകിയുടെ അടുത്തേക്ക് തിരികെ കൊണ്ടുവന്നതായി പറയപ്പെടുന്നു. ഹിന്ദു പുരാണമനുസരിച്ച് ദേവകിയുടെ 8ാമത്തെ കുട്ടിയായി കണക്കാക്കപ്പെടുന്ന കുട്ടി യോഗമായയാണ്. എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളിലും അവളുടെ ക്ഷേത്രം കാണാം. തൃച്ചംബരം ക്ഷേത്രത്തിൽ കാണപ്പെടുന്ന ജലദുർഗ ക്ഷേത്രം യോഗമായയുടെ സാന്നിധ്യത്തിന്റെ മറ്റൊരു ഉദാഹരണമാണ്. കിഴക്കേ നടയിൽ മുന്നിൽ തന്നെ ഒരൽപ്പം തെക്കോട്ട് മാറി ഒരു ഇലഞ്ഞിത്തറ കാണാം. ഈ കാണുന്ന ഇലഞ്ഞിമരത്തിനും ഒരു കഥയുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ത്വക്കുരോഗം ബാധിച്ച് അവശനായി ഒരു സ്വാമി ഈ നടക്കൽ ഭജനമിരിക്കാനായി വന്നു. ഇലഞ്ഞിത്തറയിൽ ഭജിച്ചിരിക്കവേ കാറ്റുവന്ന് ഇലഞ്ഞിക്കായകൾ ദേഹത്ത് വീണ് അദ്ദേഹത്തിന് വല്ലാതെ വേദനിച്ചു. അപ്പോൾ മനമുരുകി അദ്ദേഹം ചോദിച്ചു, ഭക്തവത്സല, വ്രണത്തിൽ മൂടിയ എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് അവിടത്തേക്ക് കൂടുതൽ സന്തോഷമാണോ ഭഗവാനെ എന്ന്. ഭഗവാൻ ആ ഇലഞ്ഞിയെ ഇനി കായ്ക്കാതിരിക്കട്ടെ എന്ന് ശപിച്ചുവെന്നാണ് കഥ. ചുറ്റമ്പലത്തിൽ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ഇലഞ്ഞിത്തറക്കപ്പുറം ഒരു പൊൻചെമ്പകത്തറ കാണാം. ഇവിടെ പന്തലിച്ചു നിൽക്കുന്ന ചെമ്പകമരത്തിൽ വസുദേവരുടെയും ദേവകിയുടെയും സാന്നിധ്യമുണ്ടെന്നാണ് കരുതുന്നത്. ഈ ചെമ്പകമരത്തിനും ഒരു കഥയുണ്ട് പറയാൻ. കംസവധത്തിനു ശേഷം കാരാഗ്രഹത്തിൽ നിന്ന് മോചിതരായ ദേവകിയും വസുദേവനും കൃഷ്ണന്റെയും ബലരാമന്റെയും ബാലലീലകൾ തങ്ങൾക്ക് കാണാൻ പറ്റാതെ പോയല്ലോ എന്ന് പരിഭവിച്ചു. അത് കേട്ടപ്പോൾ ഭഗവാൻ കലിയുഗത്തിൽ തൃച്ചംബരത്തെ ക്ഷേത്രങ്ങളിൽ ഉത്സവ ദിനങ്ങളിൽ തങ്ങളുടെ ബാലലീലകളായിരിക്കുമെന്നും അന്നവിടെ വന്നാൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നും പറഞ്ഞു. അങ്ങനെ ഈ ചെമ്പകമരത്തിൽ ദേവകി വസുദേവരുടെ സാന്നിധ്യമുണ്ടെന്നാണ് വിശ്വാസം. കാഴ്ചയിൽ ഒരു കൊച്ചു ഗ്രാമക്ഷേത്രമായി തോന്നുന്ന തൃച്ചംബരം ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി ഇതുപോലെ അനേകം ഐതിഹ്യ കഥകളാണുള്ളത്. ഈ കഥകളിലെല്ലാം തന്നെ ബാലഗോപാലന്റെ ഭക്തവാത്സല്യം മധുരമായി അലിഞ്ഞു ചേരുന്നു. തൃച്ചംബരത്തിന് ഇന്നത്തേക്കാളേറെ പേരും പെരുമയും ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഒരു കാലത്ത് ഇവിടുത്തെ ഉത്സവ സദ്യയും പാലട പ്രഥമനും മറ്റും വളരെ പേരുകേട്ടതായിരുന്നു. നിവേദ്യം കഴിഞ്ഞ് സന്തുഷ്ടനായിരിക്കുന്ന കൃഷ്ണനെ തൊഴുന്നതാണ് ഇവിടെ നല്ലത്. കംസവധം കഴിഞ്ഞുള്ള കൃഷ്ണനാണല്ലോ ഇവിടെ പ്രതിഷ്ഠ. പുരാണമനുസരിച്ച് 12ാം വയസ്സിലാണ് കൃഷ്ണൻ കംസവധം നടത്തുന്നത്. അതുകഴിഞ്ഞ് വിശന്ന് പരവശനായി എത്തിയ കൃഷ്ണന് അമ്മ പഴഞ്ചോറ് കൊടുത്ത് ആശ്വസിപ്പിച്ചുവെന്നാണ് കഥ. അതുകൊണ്ട് ഇന്നും ക്ഷേത്രത്തിൽ അതിരാവിലെ അഭിഷേകത്തിന് മുമ്പ് ഉണക്കലരിച്ചോറ് കണ്ണന് നേദിക്കും. അതുകഴിഞ്ഞ് അഭിഷേകം നടത്തും. വിശന്നിരിക്കുന്ന കണ്ണൻ നിവേദ്യമുണ്ട് കഴിഞ്ഞാലേ ശാന്തനാവൂ എന്നാണ് ഐതിഹ്യം. ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊന്ന് തൃച്ചംബരത്തെ ഉത്സവത്തിൽ ആനയില്ല എന്നതാണ്. അതിനു കാരണം കുവലയാപീഠം എന്ന ആനയെ കംസൻ ശ്രീകൃഷ്ണനെ വധിക്കാനായി വിട്ടിരുന്നതിന്റെയും ആ ആനയെ കൃഷ്ണൻ കൊന്നതിന്റെയും ഫലമായിട്ടാണ് ഇങ്ങനെയെന്നാണ് വിശ്വാസം. ഈ പരിസരത്ത് ആന വന്നപ്പോഴെല്ലാം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടത്രേ. ക്ഷേത്രത്തിനു പടിഞ്ഞാറ് ഭാഗത്തായി ഒരു അരയാൽ തറയും അതിനപ്പുറം ഒരു കൊച്ചു ശിവക്ഷേത്രവുമുണ്ട്. വടക്കുഭാഗത്തായിട്ടാണ് അമ്പലത്തിലെ അഗ്രശാല. ഇവിടെയാണ് 1000 അപ്പം നിവേദ്യമുണ്ടാക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഇല്ലങ്ങളിലെ നമ്പൂതിരി സ്ത്രീകളാണ് ഈ അപ്പം ഉണ്ടാക്കുന്നതെന്നാണ് ഈ നിവേദ്യത്തിന്റെ പ്രത്യേകത. ആര് നേർച്ച നടത്തിയാലും അപ്പം ഉണ്ടാക്കുന്നത് ഈ നമ്പൂതിരി സ്ത്രീകളാവും. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ശ്രീകോവിലിൽ കയറി സ്ത്രീകൾ കണ്ണന്റെ മുന്നിൽ അപ്പം നേദിക്കുന്നു. കല്യാണ തടസ്സം മാറാനും കുഞ്ഞുങ്ങൾ ഉണ്ടാകാനും ഈ നേർച്ച നേരുന്നു. പണ്ട് ഇല്ലങ്ങളിലെ സ്ത്രീകൾ മാത്രം നടത്തിയിരുന്നതാണ് ഈ വഴിപാട്. ഈ വഴിപാട് നടത്തണമെങ്കിൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. ഈ വഴിപാടിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ദൂരെ നിന്നും ആളുകൾ വരാറുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇവിടെ നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. മറ്റൊരു ക്ഷേത്രവും അതിന്റെ ഐതിഹ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇത്രയും കാലം നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ആപത്തിൽ തുണയായി എല്ലാവർക്കും ദൈവം എന്നും കൂടെ ഉണ്ടാവട്ടെ.